പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ ടെൻഷൻ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നൊരു ആശങ്ക നന്നായിട്ടുണ്ട്. സ്വർണം അധികം ചെറിയ സാധനങ്ങളൊക്കെ ഇടുന്നതിനും ഇത്രയും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. എത്ര കൂടിയാലും ഇത് വേണം, സ്ത്രീകളായാൽ ഇത് വേണമല്ലോ. കയ്യിരിക്കുന്ന ഗോൾഡ് വിറ്റ് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കൂടിയ വിലയ്ക്ക് സ്വർണം വിൽക്കാൻ എത്തുന്ന ആൾക്കാരുടെ എണ്ണവും ഒത്തിരി കൂടുതലാണ്. സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ ഉയരുകയാണ്. 1 ലക്ഷത്തിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മതിയാകുമെന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 1 പവൻ സ്വർണത്തിന് 97,360 രൂപയാണ് ഇന്നത്തെ വില. വില ഇങ്ങനെ ഉയരുന്നുണ്ടെങ്കിലും വാങ്ങാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ, ആളുകളൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് നേരിട്ട് പരിശോധിക്കാം. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ട്. ആൾക്കാർ ഇനിയും കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വർഷത്തേക്ക് മാരേജ് ഉള്ളവർ പോലും ഇപ്പം നേരത്തെ വന്ന് സ്വർണ്ണം എടുത്തു വെക്കുന്ന ടെൻഡൻസി നമുക്കിപ്പം കാണിക്കുന്നത്. മേടിച്ചിട്ട് വാങ്ങി വെക്കുകയാണ്. മേടിച്ചിട്ട് വാങ്ങി വെക്കും. ഒരാത്തത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം എടുക്കുന്ന അളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അളവ് നേരത്തെ ഒരു 25 പവൻ നമ്മൾ എടുത്ത ആൾക്കാർ ഇപ്പം മൂത്ത മോടെ കല്യാണം 25 പവൻ എടുത്തു. ഇളയ മോടെ കല്യാണമായപ്പോൾ 25 പവൻ എന്നുള്ളത് അതൊരു 15 പവനിലേക്ക് ചുരുങ്ങിയത്. അതായത് ആ എമൗണ്ടൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞു, വില കൂടിയത് കൊണ്ട് തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരക്കുണ്ട്. തിരക്ക് ഒത്തിരി കുറഞ്ഞിട്ടില്ല. അധികം താമസിക്കാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. സ്വർണം വിൽക്കാനായി ആളുകൾ എത്തുന്നുണ്ടോ കൂടുതലായിട്ട്? പൊതുവെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്. അവർക്കിപ്പം ആ കയ്യിരിക്കുന്ന ഗോൾഡ് വിറ്റ് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടിയ വിലയ്ക്ക് സ്വർണം വിൽക്കാൻ എത്തുന്ന ആൾക്കാരുടെ എണ്ണവും ഒത്തിരി കൂടുതലാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഇനിയും ഫ്യൂച്ചറിൽ വീണ്ടും വില കൂടുമെന്ന് കരുതി ഇപ്പോഴും സേവ് ചെയ്യുന്ന ആൾക്കാരും വളരെയാണ്. അത് നമ്മൾ 24 ക്യാരറ്റ് ബിസ്ക്കറ്റ്, 22 ക്യാരറ്റ് ഗോൾഡ് കോയിന്, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ കരുതി വെക്കുന്ന ആൾക്കാരും കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പം ഭാവിയിൽ ഇനിയും വില ഉയരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി നേരത്തെ വാങ്ങി വെക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് ഇയർ ഇത് 1.5 ലക്ഷം രൂപ വരും എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈക്വൽ ചാൻസ് ആണ്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇവരൊക്കെ ഇപ്പം കോയിൻ വാങ്ങിച്ചു വെക്കുന്നത് ഒരു ഫ്യൂച്ചറിലേക്ക് അത് ക്യാഷ് ആക്കാനുള്ള പർപ്പസിന് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരിക്കൽ ഇതൊരു അതെ, അന്ന് നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ ഇതായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 50,000 എത്തിച്ചേരുന്നുള്ള ക്യാപ്ഷനോടെ നിങ്ങൾ നമ്മളെ സമീപിച്ചത്. ഇപ്പം ക്യാപ്ഷൻ തിരുത്തി പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും 1 ലക്ഷത്തിൽ എത്താൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രം എന്ന ക്യാപ്ഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 1 പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 97,360 രൂപയാണ്. അത് പണിക്കൂലി ഉൾപ്പെടെ 1 പവൻ വാങ്ങണമെങ്കിൽ എത്ര രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നത്? പണിക്കൂലി നമ്മളുടെ എടുക്കുന്ന ഓരോ ഓർണമെൻറ്റ്സിനെ ബേസ് ചെയ്താണ്. ഓരോ മേക്കിംഗ് ഉണ്ട്. അതായത് നമ്മുടെ പല പല ഐറ്റംസ് ഉണ്ട്. ഐറ്റംസിനെ ബേസ് ചെയ്താണ് നമ്മുടെ മേക്കിംഗ് ചാർജസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വില കൂടി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിക്കാണ് കസ്റ്റമർക്ക് അത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ആൾക്കാർ 18 ക്യാരറ്റിൻ്റെ ഐറ്റംസ് പർച്ചേസ് ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ 916 അപേക്ഷിച്ച് 18 ക്യാരറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോൾ റേറ്റ് കുറവാണ്. നമ്മളിന്ന് ഫ്യൂച്ചറിൽ കൊടുക്കുന്ന സമയത്തും 916 റേറ്റ് കൂടുന്ന ആനുപാതികമായിട്ട് 18 ക്യാരറ്റ് റേറ്റും കൂടുന്നുണ്ട്. പിന്നെ 18 ക്യാരറ്റും ഗുണമെന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് വെയ്റ്റിലാണ്. നമുക്ക് പിന്നെ അത് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അത് കാരണം ഇപ്പോൾ 18 ക്യാരറ്റിൻ്റെ ചെയിനും ബാംഗിൾസും ഒക്കെ വാങ്ങിക്കുന്ന ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയമണ്ട്സും ആൾക്കാർ കൂടുതലായി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ തിരക്കിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. ഇപ്പം സ്വർണത്തിൻ്റെ വില കൂടുന്തോറും നമുക്ക് സാധാരണക്കാർക്ക് ഇത് സ്വർണം എടുക്കാൻ വരാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് കുറയും. കാരണം ഇത്രയും രൂപ നമുക്കിതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള തോന്നൽ വരത്തില്ല. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വില കൂടുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. നമ്മൾ സ്വർണം അധികം ചെറിയ സാധനങ്ങളൊക്കെ ഇടുന്നതിനും ഇത്രയും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. 1 ലക്ഷത്തിലേക്ക് എത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബിസിനസ് നല്ലോണം ഡള്ളാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കുറേ ലൈറ്റ് വെയ്റ്റിലോട്ട് കുറേ പോവും. കാരണം എല്ലാവർക്കും ഇപ്പം വലിയ ഹെവി താല്പര്യം ഇല്ലാത്ത ഒരു ജനറേഷൻ അല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ കൂടുതൽ ലൈറ്റ് വെയ്റ്റ് തന്നെ പോവും. വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, കുറേ കല്ലിലൊക്കെ. സ്വർണ്ണത്തിൽ നിന്ന് എല്ലാവരും മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ്സിലൊക്കെ കൂടുതൽ അങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ കാണുന്നുണ്ട്. മാറും, നല്ല രീതിയിൽ മാറും ആ ട്രെൻഡിലേക്ക്. ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയത് വെച്ചിട്ട് ഇന്ന് വീണ്ടും കൂടി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയുന്നു ഉച്ചയാകുമ്പോൾ വീണ്ടും കൂടുമെന്ന് പറയുന്നു. നമുക്കിപ്പം പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ ടെൻഷൻ തന്നെയാണ്. ഞങ്ങളൊരു 1-2 വർഷത്തിനകം മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പോഴത്തെ വില ഓർക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു ആശങ്ക നന്നായിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഒരു ടെൻഷൻ ഇപ്പോൾ.
വില ഈ ഒരു സമയത്തെങ്കിലും കുറച്ച് വാങ്ങി വെക്കുന്നത് ഉപകാരമാകും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഉപകാരമാകുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതും നമുക്ക് ഇപ്പം നിൽക്കുന്ന നിപ്പിൽ അത്രയും പൈസ ഒരുമിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ആശങ്കയിലാണ്. തീർച്ചയായിട്ടും. ഇന്ന് ഒക്ടോബർ മാസം 17-ാം തീയതി ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറയുന്നത് ഗ്രാമിന് 12,170. കൃത്യം ഒരു മാസം പുറകിലോട്ട് നമ്മൾ സെപ്റ്റംബർ 17 നോക്കിക്കഴിഞ്ഞാൽ 10,240 സ്വർണ്ണവില നിന്നിരുന്നത്. ഏകദേശം ഗ്രാമിന് 1,930 കയറിയിരിക്കുന്നത്. ഒരു പവനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 15,440 ഇത്രയും ഹൈ ആയിട്ട് കയറിയിരിക്കുന്നത്. ഇനിയും വരും കാലങ്ങളിൽ മുന്നോട്ട് ഹൈ ആകുമെന്നാണ് വിദഗ്ധർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മക്കൾക്ക് കല്യാണത്തിന് എടുക്കുന്നവരാണെങ്കിൽ തന്നെയും പിന്നീട് 2 കൊല്ലം കഴിഞ്ഞുള്ളത് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ അത് എടുത്തു വെക്കുന്ന ടെൻഡൻസിയിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സേവിങ് എന്നുള്ള രീതിയിലുമുണ്ട്, കോയിനായിട്ട് എടുക്കുന്നവരുണ്ട്, തങ്കം എടുക്കുന്നവരുണ്ട്. എപ്പോഴും അവർക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വിൽക്കുന്നതിനും ഏറ്റവും സുതാര്യമായിട്ടുള്ളതും ഗോൾഡ് തന്നെയാണ് ഇൻവെസ്റ്റ് എന്നാണ് എല്ലാവരുടെയും പ്ലാനിങ്. പിന്നെ വില ഇങ്ങനെ ഹൈ ആയെങ്കിലും തിരക്കിലൊന്നും കുറവ് വന്നിട്ടില്ല. അത് പിന്നെയും കൂടുന്നുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് കൂടുതലും പൈസയുള്ളവർ വാങ്ങി വെക്കുക എന്നുള്ള ടെൻഡൻസിയിലോട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഈ സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകളെല്ലാം ഓടി വരുന്നത്. അതുകൊണ്ടാണ് ഒരു പേടി കൊണ്ടാണ്. പേടി ഇനിയും കൂടി പോയാലോ. അതിന് മുമ്പ് വാങ്ങാം എന്നൊരു പ്രതീക്ഷയിൽ വരുന്നതാണല്ലേ? ആ അതാ. സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൂടുന്നതിനെ കുറിച്ച് നമ്മളെന്തോ എത്ര കൂടിയാലും ഇത് വേണം. സ്ത്രീകളായാൽ ഇത് വേണമല്ലോ. വാങ്ങാതിരിക്കാൻ പറ്റില്ല. പറ്റില്ല. സ്വർണ്ണവില ഇനിയും ഉയരും എന്ന പേടിയിൽ വരും വർഷങ്ങളിൽ നടക്കേണ്ട വിവാഹങ്ങൾക്ക് പോലും മുൻകൂട്ടി ആളുകൾ സ്വർണം വാങ്ങി വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇപ്പോഴും സ്വർണം വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.